അപ്പോൾ നമുക്ക് റൊട്ടേഷനിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് ഇതുപോലത്തെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ സെറ്റപ്പിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഡെറിവേഷൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തൊരു ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ പ്രകാരം നമുക്ക് ഇങ്ങനെ ആക്സലേഷൻ കണ്ടെത്താം. ദാറ്റ് ഈസ് കൊണ്ടുപോകുന്ന ഫോഴ്സ് ദാറ്റ് ഈസ് 250 ജി കൊണ്ട് മൾട്ടിപ്ലൈ ആയിട്ടാണ് 250 മൈനസ് 50 ഓക്കെ ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ദാറ്റ് ഈസ് 30 പ്ലസ് ഒരു എക്സ്ട്രാ സാധനം കൂടി വരും. ബിക്കോസ് നമ്മളിത് ഡിറൈവ് ചെയ്ത് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ ഡിറൈവ് ചെയ്ത് നമ്മൾ ഇവിടെയുള്ള ഫോഴ്സസ് ഒരു ആക്സിലേഷനായിട്ട് ഇക്വേറ്റ് ചെയ്ത് ഇവിടെ ഫോഴ്സസ് ഒരു ആക്സിലേഷൻ ഇക്വേറ്റ് ചെയ്ത് എന്നിട്ട് പിന്നെ ടോർക്കിൻ്റെ ഇക്വേഷൻ എഴുതി പിന്നെ എന്താണ് ആൽഫ അല്ല ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ആർ ആൽഫ എന്ന് പറഞ്ഞ ഇക്വേഷനൊക്കെ എഴുതിയിട്ടാണ് ഡിറൈവ് ചെയ്തത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സോ ഇത് എത്രയാണ്? ഇത് 200 ഡിവൈഡ് ബൈ 30 പ്ലസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ദാറ്റ് ഈസ് 20 ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് 5 സോ 35 സോ 200 ഡിവൈഡ് ബൈ 35 എന്ന് കിട്ടും. ഓക്കെ, അതാണ് 40/7. ഓൾറൈറ്റ്, അത് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ആക്സലേഷൻ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് വെലോസിറ്റി ഓഫ് ദി ബ്ലോക്ക്. ഓക്കെ, ബ്ലോക്ക് ആൻഡ് ഒമേഗ ഓഫ് പുള്ളി ആഫ്റ്റർ 10 സെക്കൻഡ് ആണ് ചോദ്യം. ബ്ലോക്കിൻ്റെ രണ്ടുപേർക്കും ഒരേ വെലോസിറ്റിയാണ്. എന്തുകൊണ്ടാണ് ഒരേ വെലോസിറ്റി? കാരണം റസ്സി കൺസ്ട്രെയിൻറ്റ് പ്രകാരമാണ് ഒരേ വെലോസിറ്റി വരുന്നത്. ഓക്കെ, കാരണം നിങ്ങൾ വെച്ചോക്ക് ഈ എല്ലാ പാർട്ടിനും ഒരേ വെലോസിറ്റി ആയിരിക്കും. ഒരേ വെലോസിറ്റി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഒമേഗ ഓഫ് ദി പുള്ളി കണ്ടെത്താം നമുക്ക് ആദ്യം. ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ നോട്ട് ഇനീഷ്യൽ പ്ലസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന രീതി. എന്താണ് എസ് എൽ ആണ് ഉദ്ദേശിച്ചത്. വി ഇസ് ഈക്വൽ യു പ്ലസ് എ ടി എന്ന ഇക്വേഷന് ആ രീതിയിലാണ് എഴുതാൻ പോകുന്നത്. സോ വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ഒമേഗ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് 0 ആണ്. പ്ലസ് ആക്സലേഷൻ സ്ഥാനത്ത് ഇവിടെ ആൽഫ വരും ഇൻറ്റു ടി. ഓക്കെ, സോ ആൽഫ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ആൽഫ കിട്ടി നമുക്ക് എയുടെ വാല്യൂ കിട്ടി. എയുടെ വാല്യൂ എത്രയായിരുന്നു? 40/7 ആണ്. ആ 40/7 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം. ബിക്കോസ് വി നോ ദാറ്റ് ആക്സലേഷൻ ഇസ് ഈക്വൽ ടു ആർ ആൽഫ. സോ ആൽഫയുടെ വാല്യൂ ഒരു ആർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ആർ എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 20/7 എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് 0 പ്ലസ് 20/7 ഇൻറ്റു ടൈം എത്ര പറഞ്ഞിട്ടുള്ളത്? 10 സെക്കൻഡ്. സോ 10 ആണ് മൾട്ടിപ്ലൈ ചെയ്തത്. ദാറ്റ് ഈസ് 200/7 കിട്ടും. അതാണ് ഒമേഗ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റിയും കിട്ടും. ബിക്കോസ് വി നോ ദാറ്റ് വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. ഓക്കെ, അത് ഡൺ. അടുത്ത ക്വസ്റ്റ്യൻ ആംഗിൾ റൊട്ടേറ്റഡ് ബൈ ദ പുള്ളി ഇൻ 10 സെക്കൻഡ്. അപ്പോൾ 10 സെക്കൻഡിൽ ആംഗിൾ റൊട്ടേറ്റഡ് തീറ്റ ഇസ് ഈക്വൽ ടു എസ് ഇസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന പോലെ ഇനീഷ്യലായിട്ടുള്ള ഒമേഗ 0 ആണ്. ദാറ്റ് ഇസ് ഗിവൺ ടി ഇസ് ഈക്വൽ 0 റെസ്റ്റ് ആണ്. ഓക്കെ, ഹാഫ് ഇൻറ്റു ആക്സലേഷൻ എ ഇൻറ്റു ടി സ്ക്വയർ ആൻഡ് വി നോ ആൽഫ, വി നോ ടൈം, സോ വി നോ തീറ്റ. അങ്ങനെ തീറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന ടൈമിന് ഉണ്ടാകുന്ന നമ്പർ ഓഫ് റെവല്യൂഷനും കണ്ടെത്താൻ പറ്റും. കാരണം ഏതോ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാകുന്ന ആംഗിൾ റൊട്ടേറ്റഡ് നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ 360 ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ ഡെഫിനറ്റ് നമുക്ക് പറയാൻ പറ്റും എത്ര റൊട്ടേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു റൊട്ടേഷൻ 720 എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര റൊട്ടേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും? 2 റൊട്ടേഷൻ. അതേപോലെ എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് ഡിവൈഡഡ് ബൈ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ്റെ ആംഗിൾ ദാറ്റ് ഈസ് 2π. സോ എത്രയാണോ തീറ്റ, ആ തീറ്റ ഡിവൈഡ് ബൈ 2π ചെയ്തതിന് നമ്പർ ഓഫ് റൊട്ടേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റെവല്യൂഷൻ നമുക്ക് കിട്ടുന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആരുടെ? പുള്ളിയുടേത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, അടുത്തതാണ് ഫൈൻഡ് ആക്സലേഷൻ ഓഫ് ദി ബ്ലോക്ക് ആൻഡ് ദി ആൽഫ ഓഫ് ദി പുള്ളിയാണ് കണ്ടെത്താൻ പറയുന്നത്. ഓക്കെ, സോ ആക്സലേഷൻ ഓഫ് ദി ബ്ലോക്ക് കണ്ടെത്തണം. അപ്പോൾ ആക്സലേഷൻ ഓഫ് ദി ബ്ലോക്ക് കണ്ടെത്തണമെങ്കിൽ എന്താ? നമ്മൾ നേരത്തെ ചെയ്ത പരിപാടി തന്നെ. കൊണ്ടുവന്ന ഫോഴ്സ് ആരാണ്? mg മാത്രം. ഇവിടെ ടെൻഷന് ഇഞ്ചി ഫോഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു ഡെറിവേഷൻ പ്രകാരം ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. സോ കൊണ്ടുവന്ന ഫോഴ്സ് മൈനസ് നിർത്തി വെക്കുന്ന ഒരു ഫോഴ്സും ഇല്ല. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുള്ളിയുടെ മാസ് കൂട്ടൂല കേട്ടോ. ഇവിടെ എന്തെങ്കിലും ഹാങ് ചെയ്ത സാധനത്തിന് മാസമുള്ളൂ. സോ ടോട്ടൽ മാസം ആകെ എം എ ഉള്ളൂ. പ്ലസ് ഐ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഡിസ്ക് ആണ് പോലും. ഡിസ്ക് ആണെങ്കിൽ ഡെഫിനറ്റ്ലി mr²/2 ആണ്. m/2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. സോ ഡെഫിനറ്റ്ലി ആർ സ്ക്വയർ ആൻസർ. സോ m/2 ആണ്. സോ m + m/2 ദാറ്റ് ഈസ് 3m/2. സോ 3m/2 m ആൻസറായി. സോ 3/2 മോഡ് 2 എല്ലാം കൂടിയിട്ട് നമുക്ക് കിട്ടും എന്താണ്? 3g/2 എന്ന രീതിയിൽ കിട്ടും. സോറി, ആക്സലേഷൻ്റെ വാല്യൂ എത്ര കിട്ടുക? 2g/3 എന്ന് കിട്ടും. എന്തിൻ്റെ വാല്യൂ? ആക്സലേഷൻ്റെ വാല്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ആൽഫ. സോ ആൽഫയുടെ വാല്യൂ എത്രയാണ്? 2g/r 3r ഇസ് ഈക്വൽ ടു ആൽഫയുടെ വാല്യൂ കിട്ടി. ആക്സലേഷൻ്റെ വാല്യൂ കിട്ടി. ഡൺ. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി സ്പീഡ് ഓഫ് ദി ബ്ലോക്ക് ആൻഡ് ഒമേഗ ഓഫ് പുള്ളി ജസ്റ്റ് ബിഫോർ ദി ബ്ലോക്ക് ഹിറ്റ് ദി ഫ്ലോർ. ഓക്കെ, ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ആക്സലേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ബ്ലോക്കിൻ്റെ ആക്സലേഷൻ തന്നെയാണോ ഇയാളുടെ ആക്സലേഷൻ? പുള്ളിയുടെ ആക്സലേഷൻ? അതെ, പുള്ളിയുടെ ആക്സലേഷനും ബ്ലോക്കിൻ്റെ ആക്സലേഷനും സെയിം ആണ്. കാരണം ഈ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞാൽ സ്ലിപ്പിംഗ് അല്ല സംഭവിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പുള്ളിയും അതേപോലെ ഈ പറഞ്ഞ സ്ട്രിങ് അല്ലെങ്കിൽ എന്താണ് റോപ്പും ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. ദാറ്റ് മീൻസ് അവർക്ക് രണ്ടും ഒരേ ആക്സലേഷൻ ആണ്.
അങ്ങനെ പുള്ളിയുടെ ആക്സിലേഷൻ തന്നെയാണ് ഈ സ്ട്രിങ്ങിൻ്റെ ആക്സിലേഷൻ എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഈ സ്ട്രിങ്ങിനും എല്ലാ സ്ട്രിങ്ങിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ആക്സിലേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ് ഇപ്പം ഒരു സ്ട്രിങ് ഉണ്ട് വെച്ചോ, അത് രണ്ടുപേർക്കും ഡിഫറെൻറ്റ് ആക്സിലേഷൻ ആണ്, ഡെഫിനറ്റ്ലി ആ സ്ട്രിങ് എന്തായി പോകും, ഒട്ടിപ്പോവും, അല്ലെങ്കിൽ എന്താ സ്ട്രിങ് ഇങ്ങനെ അടുത്തോട്ടേക്ക് വരുന്ന രീതിയിലായി പോകും. സോ അതൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും സ്ട്രിങ്ങിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ആക്സിലേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ആക്സിലേഷൻ തന്നെയായിരിക്കും ആ സ്ട്രിങ്ങിനോട് അറ്റാച്ച് ചെയ്ത ബ്ലോക്കിൻ്റെ ആക്സിലേഷൻ. സോ നമുക്ക് ബ്ലോക്കിൻ്റെ ആക്സിലേഷൻ കിട്ടിയിട്ടുണ്ട്. സോ സ്പീഡ് ഓഫ് ദി ബ്ലോക്ക് ജസ്റ്റ് ബിഫോർ ദി ബ്ലോക്ക് ഇൻ ദി ഫ്ലോർ, സോ എച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇക്വേഷൻ വി സ്ക്വയർ ഇസിക്കൽ യു സ്ക്വയർ പ്ലസ് 2g ഇൻറ്റു എച്ച്, കാരണം ആക്സിലേഷൻ ആകെയുള്ളത് ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ 2ah ആണല്ലേ, ah, ആൻഡ് വി നോ a ദാറ്റ് ഈസ് എത്രയാണ് ഇപ്പം കണ്ടെത്തിയത് 2g/3 ആണ്. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി ദാറ്റ് ഈസ് 0 ബിക്കോസ് ഇറ്റ് സെഡ് ദാറ്റ് ഇറ്റ് ഇസ് ഡ്രോപ്ഡ്. ഓക്കെ, ഫൈനൽ വെലോസിറ്റി കണ്ടെത്താൻ വളരെ സിമ്പിളായിട്ട് നടത്താൻ പറ്റും. ഓക്കെ, എങ്ങനെ നടത്താം? സോ v ഇസിക്കൽ ടു 2 ഇൻറ്റു 2g/3 ദാറ്റ് ഈസ് 4g/3 ഇൻറ്റു എച്ച്. സോ ദാറ്റ് ഈസ് g എന്ന് പറഞ്ഞാൽ 40, സോ 40h/3യുടെ റൂട്ട്, 40h/3യുടെ റൂട്ട് അല്ലെങ്കിൽ 4g/3യുടെ റൂട്ട് എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് വെലോസിറ്റി എന്ന് പറയാൻ പറ്റും. എച്ചും കൂടി ഉണ്ട്, 4gh/3യുടെ റൂട്ട്. അല്ലെങ്കിൽ വേറെ രീതി ചിന്തിക്കാൻ പറ്റും, എന്താണ് വർക്ക് ആൻഡ് ജി തിയറം, അല്ല അത് നല്ലൊരു ഓപ്ഷനാണ്. സോ വർക്ക് ആൻഡ് ജി തിയറം എന്ന് അപ്പോൾ ഞാൻ വർക്ക് ആൻഡ് ജി തിയറം വഴി ഒന്ന് ചിന്തിച്ച് നോക്കുകയാണ്. വർക്ക് ആൻഡ് ജി തിയറം വരെ വർക്ക് ആൻഡ് ജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡൺ ഇസിക്കൽ ടു ചേഞ്ചിങ് കൈനറ്റിക് എനർജി. ഓക്കെ, വർക്ക് ഡൺ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്? ഒന്ന് പുള്ളിയിലുള്ള ഹിഞ്ച് ഫോഴ്സ് ഉണ്ട്. ഹിഞ്ച് ഫോഴ്സ് എന്തേ വർക്ക് ചെയ്യുന്നുണ്ട്? ഇല്ല, കാരണം ആ ഒരു ഹിഞ്ച് ഫോഴ്സ് എപ്പോഴും സെൻറ്റർ ഓഫ് മാസിൽ ആക്ട് ചെയ്യും. സെൻറ്റർ ഓഫ് മാസ് എവിടെയും പോകുന്നുണ്ട് പുള്ളിയുടെ? ഇല്ല, അവിടെ തന്നെ ഉണ്ടല്ലോ, വെറുതെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ സെൻറ്റർ ഓഫ് മാസ് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെ ബ്ലോക്കിലുള്ള ആകെ ഒരു വർക്ക് ചെയ്യുന്നത്, പിന്നെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ടെൻഷൻ വർക്ക് ഡൺ ബൈ നെറ്റ് വർക്ക് ഡൺ ബൈ ടെൻഷൻ ഈസ് 0. സോ ആകെ mg മാത്രമേ ഉള്ളൂ. സോ mg h ദാറ്റ് ഇസ് ചേഞ്ചിങ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് കൈനറ്റിക് എനർജി ഉണ്ട്. ഒന്ന് നമ്മുടെ എമ്മിൻ്റെ കൈനറ്റിക് എനർജി മാസ്, ദാറ്റ് ഈസ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും, പിന്നെ ഈ പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്ത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഉണ്ട്. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? പിന്നെ ഇനീഷ്യലി എല്ലാം ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്. സോ ഫൈനൽ കൈനറ്റിക് എനർജി മാത്രമേ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ, ബിക്കോസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആണ്. സോ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിഫറൻസ് കണ്ടെത്തേണ്ട ആവശ്യമില്ല. സോ ആദ്യം നമുക്ക് എന്താണ് ഇയാളുടെ വെലോസിറ്റി ചേഞ്ചുള്ള ആ ഒരു ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു ബി സ്ക്വയർ. ഫൈനൽ എത്രയാണ്? 4gh/3 അല്ലേ. സോ 4gh/3 പ്ലസ് ഇനിയാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഞാൻ കൂട്ടാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഐ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ദാറ്റ് ഈസ് mr²/2 ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഇനി ഒമേഗ കണ്ടെത്തിയിട്ടില്ലല്ലോ നമ്മൾ. ഒമേഗ കണ്ടെത്തണമെങ്കിൽ എന്താ? v ഇസിക്കൽ r ഒമേഗ, ഒരു r എക്സ്ട്രാ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് r ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞാൽ v/r ആണ് കേട്ടോ. സോ v/r എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഇവിടെ ഒരു ആറും കൂടി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 4gh/3r. ഓക്കെ, ലാസ്റ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് കിട്ടും? ഈ വെലോസിറ്റിയുടെ വാല്യൂ കിട്ടും. അത് രണ്ട് മെത്തേഡാണുള്ളൂ, ഒന്ന് വർക്ക് ആൻഡ് ജി തിയറം പ്രകാരം അല്ലെങ്കിൽ കൈനമാറ്റിക്സ് അപ്ലൈ എന്നുള്ള കാര്യം കൂടിയേ ഉള്ളൂ. ഇനി ഫൈൻ ടെൻഷൻ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പം ടെൻഷൻ കണ്ടെത്താൻ എന്തൊക്കെ വഴികളുണ്ടല്ലേ? ഈ ടെൻഷൻ സെയിം ആണ്. അപ്പോൾ ആ ടെൻഷൻ കണ്ടെത്താൻ എന്തൊക്കെ വഴിയുണ്ട്? ഒന്നെങ്കിൽ ടോർക്ക് വെച്ച് കളിക്കാം, അല്ലെങ്കിൽ എന്ത് വെച്ച് കളിക്കാം, ഇവിടെയുള്ള ഈ ഏരിയയിലുള്ള ഫോഴ്സിൻ്റെ അനാലിസിസ് വെച്ച് കളിക്കാം. സോ ഡെഫിനറ്റ്ലി താഴോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും mg കൊണ്ടുപോകുന്ന ഫോഴ്സ് മൈനസ് ടെൻഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലേഷൻ. എത്ര ആയിരുന്നു ആക്സലേഷൻ? 2g/3. 2g/3, സോ ദാറ്റ് ഈസ് 2mg/3. അങ്ങനെ എഴുതാം, അതൊരു വൃത്തി. ആൻഡ് വി കുഡ് സേ ദാറ്റ് ടെൻഷൻ ഈസ് ഈക്വൽ ടു mg/3. അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തോ കിട്ടി. ഡൺ. ടെൻഷൻ്റെ കാര്യം mg/3 ആണോ? ആണ്. ഓക്കെ, ഇനി വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ ഹിഞ്ച് ഫോഴ്സിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ ഇതൊന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാമോ? അപ്പോൾ ഹിഞ്ച് ഫോഴ്സിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് വഴിയുണ്ട്. ഒന്ന് നമ്മുടെ പുള്ളി ഇതാണ് സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിൽ ഇങ്ങനെ കീൽ വെച്ചിട്ട് എന്താണ് എന്താ പറയുക, ഒരു സ്ക്രൂ വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് അത് കാരണമാണ് ഹിഞ്ച് ഫോഴ്സ് ഉണ്ടാകുന്നത്. ഹിഞ്ച് ഫോഴ്സ് ഒന്ന് ny-ലുണ്ടാവും, ഒന്ന് nx-ലുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ജനറലി എഴുതൽ. ഓക്കെ, അപ്പോൾ പുള്ളീൻ്റെ മുകളിൽ ഞാൻ ഇക്വലിബ്രിയം, കാരണം പുള്ളിയുടെ മനസ്സിലാവേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം F net എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാസ്. തൽക്കാലം പുള്ളിയുടെ കാര്യമായിട്ട് ഞാൻ പറയുന്നത് മാസ് പുള്ളി ഇൻറ്റു ആക്സലറേഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് പുള്ളി. കാരണം പുള്ളിയുടെ ഒരു ബോഡിയാണ്, അപ്പോൾ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിലാണ് ചിന്തിക്കാൻ. ഓക്കെ, സോ ആക്സലേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്, ഇതാണ് സെൻറ്റർ ഓഫ് മാസ്, ആൻഡ് ആക്സലേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഒബ്വിയസ്ലി 0. സോ നമുക്ക് പറയാൻ പറ്റും F net 0. സോ പുള്ളി റെസ്റ്റിലുള്ള കാര്യം അറിയാം. സോ F net 0 എന്ന് പറഞ്ഞാൽ മോളോട്ടുള്ള ഫോഴ്സ് താഴോട്ടുള്ള ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ny ഈസ് ഈക്വൽ ടു വേറെ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ny ഈസ് ഈക്വൽ ടു പുള്ളിയുടെ മാസ്. സോ m ഓഫ് പുള്ളി ഇൻറ്റു മാസ് പ്ലസ് ഏതെങ്കിലും ടെൻഷനുണ്ട് അല്ലേ? ടെൻഷനുണ്ട്. ടെൻഷൻ്റെ വാല്യൂ ഞാൻ ഇപ്പോൾ കണ്ടെത്തിയുള്ളൂ. എത്രയായിരുന്നു ടെൻഷൻ്റെ വാല്യൂ കണ്ടെത്തിയത്?
mg/3. സോ ടെൻഷൻ്റെ വാല്യൂ mg/3 എന്ന കാര്യം അറിയാം. സോ mg പ്ലസ് നമ്മുടെ പുള്ളിക്കും അതേപോലെ ബ്ലോക്കിനും ഒരേ മാസമാണ്. സോ അതുകൊണ്ട് കുഴപ്പമില്ല. mg/3 അടുത്ത mg/3 = എത്രയാണ്? അതാണ് ny. സോ nyയുടെ വാല്യൂ നമുക്ക് സുഖമായിട്ട് കിട്ടും. ദാറ്റ് ഈസ് 4mg/3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇക്വിലിബ്രിയത്തിൻ്റെ കഥ നമുക്ക് എവിടെ ഇക്വിലിബ്രിയം അല്ല, എന്താ പറയുക, നമുക്ക് ഇനി അനാലിസിസ് നമുക്ക് കംപ്ലീറ്റ് സിസ്റ്റത്തിൻ്റെ മുകളിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പുള്ളിയുണ്ട്, മെയിൻ സിസ്റ്റം, പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ കയറുണ്ട്, പിന്നെ ഒരു മാസ് ഉണ്ട്, അയാളുടെ മാസം എം, നമ്മുടെ പുള്ളിയുടെ മാസം എം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ കംപ്ലീറ്റ് സിസ്റ്റത്തിൻ്റെ മുകളിൽ ഞാനൊന്ന് ഫോഴ്സ് അനാലിസിസ് നമുക്ക് നോക്കി നോക്കാം. സിസ്റ്റത്തിൻ്റെ മുകളിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ എന്തൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് സെൻറ്റർ ഓഫ് മാസിൻ്റെ മുകളിൽ NY ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് NX എന്തുകൊണ്ട് 0? കാരണം ഇവിടെയും ഡെഫിനറ്റ്ലി ആക്സലേഷൻ ഒന്നും ഇല്ല. അപ്പോൾ NX = എന്തെങ്കിലും ആക്സലേഷൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, അതുകൊണ്ട് 0. വേറെ ഫോഴ്സസ് ഒന്നും ഇല്ല ഇക്വേറ്റ് ചെയ്യാൻ, അതുകൊണ്ട് 0. ഓക്കെ, NX ഉണ്ട്, NY ഉണ്ട്, NYയുടെ വാല്യൂ 0 എന്ന് ഇപ്പം പറഞ്ഞേ ഉള്ളൂ. ശരി, വേറെ എന്തൊക്കെ ഫോഴ്സാണ് ഉള്ളത്? നമ്മൾ പറയുന്നത് വെച്ചാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആട്ടോ. ഇൻറ്റേർണൽ ഫോഴ്സസ് ടെൻഷനൊക്കെ ഉണ്ട്, ടെൻഷൻ കിട്ടുന്നുണ്ട്, ഇവിടെ ഒരു ടെൻഷൻ ഉണ്ട്, പക്ഷേ അതൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. എക്സ്റ്റേണൽ ഫോഴ്സസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു mg ഉണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? mg മാത്രമല്ല, പുള്ളിയുടെ മാസം കൂടി ഉണ്ട്, അതും കൂടി കൂട്ടിക്കളയാം. ഇപ്പോൾ ഒരു mg, അപ്പോൾ എല്ലാം കൂടി 2mg ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. 2mg = 2mg അല്ല, എന്താ ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിൻ്റെ ആക്സലേഷൻ എന്താണ്? ആക്സലേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. സോ ആക്സലേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കുഡ് സേ ദാറ്റ് എന്താണ്? ആദ്യം ഇയാളുടെ ആക്സലേഷൻ, ദാറ്റ് ഈസ് മാസിൻ്റെ ആക്സലേഷൻ, മാസ് ഇൻറ്റു അയാളുടെ ആക്സലേഷൻ താഴോട്ടേക്ക് പോസിറ്റീവായിട്ട് എടുക്കുക. അയാളുടെ ആക്സലേഷൻ എത്രയാണ്? 2g/3 ഞാൻ എന്തോന്ന് തോന്നുന്നു, 2g/3 ആണ്. പ്ലസ് എന്താണ് പുള്ളിക്ക് ആക്സലേഷൻ ഒന്നുമില്ല, അയാൾ 0 ആണ്, ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ദാറ്റ് ഈസ് 2m. സോ m ക്യാൻസൽ, 2 ക്യാൻസൽ. അപ്പോൾ ആക്സലേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ദാറ്റ് ഈസ് g/3 എന്ന് കിട്ടുന്നുണ്ട്. അത് നമുക്ക് സന്തോഷമായിട്ട് കിട്ടി. സന്തോഷം, ആക്സലേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് കിട്ടിയല്ലോ, കിട്ടി. ഇനി നമുക്ക് എന്താ ഫോഴ്സ് അനാലിസിസ് സംബന്ധം ചെയ്യാം. എന്താണ്? താഴോട്ടേക്കുള്ള ടോട്ടൽ ഫോഴ്സ് ദാറ്റ് ഈസ് 2mg മൈനസ് നമ്മുടെ my ദാറ്റ് ഈസ് = ടോട്ടൽ മാസ് 2m ഇൻറ്റു ആക്സലേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ദാറ്റ് ഈസ് g/3. ഓക്കെ, ദാറ്റ് ഈസ് 2mg/3. അങ്ങനെ ഇവിടുന്ന് myയുടെ വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് 2mg മൈനസ് 2mg/3 കിട്ടും. ദാറ്റ് ഈസ് = ny. അപ്പം 6 - 2 ദാറ്റ് ഈസ് 4mg/3 = ny. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് ഫോർ കാൽക്കുലേഷൻ ഓഫ് ny എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ഹിഞ്ച് ഫോഴ്സ്. ഓക്കെ, എക്സ് ആക്സിൽ ഹിഞ്ച് ഫോഴ്സ് ഒന്നുമില്ല, y ആക്സിൽ മാത്രമേ ഹിഞ്ച് ഫോഴ്സ് ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന കാര്യം മനസ്സിലാക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ നമ്മൾ ഡയഗ്രാം ചിലപ്പോൾ നമ്മൾ പറ്റിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഡയഗ്രാം തന്നു വിചാരിച്ചോ, ഇങ്ങനെ ഡയഗ്രാം തന്നു കഴിഞ്ഞാലും സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചുള്ള കാര്യം മനസ്സിലാക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഡയഗ്രത്തിൻ്റെ സൈഡിലൂടെ ഞാൻ എൻ്റെ അതിൻ്റെ വിഷനെ ഞാൻ ഈയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഇതേ ഡയഗ്രാം തന്നെയാണ്, ഈക്വലൻ്റ് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ഡയഗ്രാംസ് സെയിം തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഡിസ്ക്കാണ്. ഓക്കെ, അപ്പം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഡിസ്ക്കും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സിലിണ്ടറും സിലിണ്ടറും സെയിം തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇത് ക്വസ്റ്റ്യൻ ഒന്ന് മാറിയിട്ടുണ്ട്, ഇത് നല്ല ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ രണ്ടുപേർക്കും ഡിഫറെൻറ്റ് ടെൻഷനാണ്. ഒബ്വിയസ് ആണ്, കാരണം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ടെൻഷൻ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്, രണ്ടുപേർക്കും ഡിഫറെൻറ്റ് ടോർക്ക് ഉള്ളത് കൊണ്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് രണ്ടുപേർക്കും ഒരേ ടോർക്ക് ആണെങ്കിൽ രണ്ടുപേർക്കും ഒരേ ടെൻഷനാണ്. പക്ഷേ ഇവിടെ രണ്ടുപേർക്കും ഡിഫറെൻറ്റ് ടോർക്ക് ഉള്ളത് കൊണ്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പുള്ളി. കറക്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇങ്ങനത്തെ ചോദ്യങ്ങൾ, നേരത്തെ ചോദ്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, I/R² ഇക്വേഷൻ, അത് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഓരോ ഭാഗത്ത് ഓരോ രീതിയിൽ, ഇവിടെ രണ്ടും ഡിഫറെൻറ്റ് റേഡിയസ് ആണ്, അതുകൊണ്ട് രണ്ടുപേർക്കും ഡിഫറെൻറ്റ് ആക്സലേഷൻ. ബിക്കോസ് ആക്സലേഷൻ ഈസ് ഈക്വൽ ടു സേ R∝. എല്ലാവർക്കും ഒരേ ആൽഫ ആണെങ്കിൽ പോലും എല്ലാവർക്കും ഡിഫറെൻറ്റ് റേഡിയസ് ആയതുകൊണ്ട് ആക്സലേഷൻ ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ ഇയാളുടെ മുകളിൽ സംബന്ധം ചെയ്യാം. ഇയാളുടെ മുകളിൽ T1, ഇയാളുടെ മുകളിൽ T2 അങ്ങനെ കൊടുക്കുകയാണ്. ശരി. സോ ദാറ്റ് ഈസ് 30 - T1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3A1 എന്ന് പറയാണ്. ആൻഡ് എന്താണ് കൊണ്ടുവന്ന ഫോഴ്സ് ദാറ്റ് ഈസ് T2 -20 ദാറ്റ് ഈസ് ഈക്വൽ ടു 2A2 എന്ന് പറയാം. ഓക്കെ, ഇനി A1ൻ്റെ കാര്യം, A1 ഈസ് ഈക്വൽ ടു A1 എന്ന് പറഞ്ഞാൽ ആര് കാരണം ഇയാളുടെ ആക്സലേഷൻ അല്ലേ? അപ്പോൾ ഇയാളുടെ ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റേഡിയസിൻ്റെ ആക്സലേഷൻ, ഈ പറഞ്ഞ എന്താ പറയുക മുകളിലുള്ള ഭാഗത്തിൻ്റെ ആക്സലേഷൻ, ദാറ്റ് ഈസ് റേഡിയസ്, അയാളുടെ റേഡിയസ് ദാറ്റ് ഈസ് 4 × ആൽഫ. A2 ഈസ് ഈക്വൽ ടു ചെറിയ സർക്കിളുടെ ദാറ്റ് ഈസ് 2 × ആൽഫ. അപ്പോൾ എനിക്ക് ഇതിനെ വേണമെങ്കിൽ എന്താണ് ഇയാളെ ഞാനിപ്പം എന്താണ് ഇയാളെ ഞാനിപ്പോൾ A എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇയാളെ 2A എന്ന് വിളിക്കാം. ഓക്കെ, കറക്റ്റ് അല്ലേ? ആ,
ഇനിയൊന്നും ഇക്വേഷൻസിന് സോൾവ് ചെയ്യൽ തന്നെയാണ് പരിപാടി. ഒന്ന് സോൾവ് ചെയ്താൽ ഉത്തരം കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഈ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഇഫ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം ഫൈൻഡ് എനർജി സ്റ്റോർഡ് ഇൻ സ്പ്രിങ്. ഓക്കെ, എനർജി സ്റ്റോർഡ് ഇൻ സ്പ്രിങ്. ഇപ്പോൾ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എനർജി കണ്ടെത്താം. ഓക്കെ, ഫൈൻ. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്, ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റും എല്ലാ ബോഡീസ് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എന്താണ് 40, നമുക്ക് പറയാൻ താഴായിട്ടുണ്ടാവുന്ന 400, അതിനായിരിക്കും ടെൻഷൻ ഉണ്ടാവുക, കാരണം അയാൾ ഇക്വിലിബ്രിയത്തിൽ. സോ T1 = 400 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഗുഡ്. ഇനി ഡെഫിനറ്റ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നെറ്റ് ടോർക്കും കൂടി 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നെറ്റ് ടോർക്ക് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഇൻറ്റു റേഡിയസ്, ബിക്കോസ് വി നോ ടോർക്ക് ഇസ് ഇക്വൽ ടു R ക്രോസ് F. സോ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഇൻറ്റു ഇവിടുത്തെ റേഡിയസ്. ഓക്കെ, R1 0.3 വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഇവിടെ താഴെ സ്പ്രിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ മുകളിലോട്ടേക്ക് സ്പ്രിംഗ് ഫോഴ്സ് എന്ന് അറിയില്ല. തൽക്കാലം ഞാൻ ഇമാജിൻ ചെയ്യാണ് താഴോട്ടേക്ക് സ്പ്രിംഗ് ഫോഴ്സ് ഉള്ളതെന്ന് വിളിക്കുക. എനിക്കറിയില്ല കേട്ടോ. മുകളിൽ ടെൻഷൻ ഉണ്ടെന്ന് വെച്ചോ, T1 അല്ലെ T2, ഇവിടെ T2. സോ എങ്ങോട്ടോ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് ടോർക്ക് ഈക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ പറയും T2 മൈനസ് സ്പ്രിംഗ് ഫോഴ്സ് ഇൻറ്റു, അതിൻ്റെ മുമ്പ് നമ്മൾ എന്ത് നടത്തണം? നമുക്ക് T2യുടെ വാല്യൂ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. T2യുടെ വാല്യൂ ഒപ്പിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് ടോർക്ക് കൊടുക്കുന്നത്? ഡെഫിനറ്റ്ലി T2 ആണ് ടോർക്ക് കൊടുക്കുന്നത്. അല്ല, T2 അല്ല, തിങ്ക് T2 ഉം T1 ആണ് ടോർക്ക് കൊടുക്കുന്നത്. സോ ഞാൻ പറയും T2 ഇൻറ്റു റേഡിയസ് എത്രയായിരുന്നു? 0.3. സോ 0.3 ദാറ്റ് ഈസ് ഈക്വൽ ടു T1 ഇൻറ്റു T1ൻ്റെ വാല്യൂ ഞാൻ ഇപ്പോൾ നടത്തിയുള്ളൂ. എത്രയായിരുന്നു? 400. സോ T1ൻ്റെ വാല്യൂ 400 ആണ്. സോ 400 ഇൻറ്റു 0.6. ഓക്കെ, 0.6. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു T2യുടെ വാല്യൂ എത്ര? 400 ഇൻറ്റു 0.6 എന്ന് പറഞ്ഞാൽ 2400 അല്ല, 2400 വരും. 240 ഡിവൈഡ് ബൈ 0.3, ദാറ്റ് ഇസ് 3 ഇൻറ്റു 10⁻⁻1, 10 മുകളിലോട്ടേക്ക് പോവാം. ആൻഡ് ദിസ് ഇസ് 80. സോ എല്ലാം കൂടിയിട്ട് 800 വരും. ദാറ്റ് ഈസ് T2യുടെ വാല്യൂ. സോ T2യുടെ വാല്യൂ 800 ആണ്. നമുക്കറിയാം T2 തന്നെയാണ് എന്ത് F സ്പ്രിംഗ് എന്ന് പറയാൻ പറ്റും, റൈറ്റ്? സോ T2 ഈസ് ഈക്വൽ ടു F സ്പ്രിംഗ് എന്ന് പറയാൻ പറ്റും. F സ്പ്രിംഗ് എന്തുകൊണ്ടാണ് കണ്ടെത്താൻ പറയുന്നത്? F സ്പ്രിംഗ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യണേ അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും F സ്പ്രിങ്ങിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 800 എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു X എന്ന് പറയാൻ പറ്റും. കെയുടെ വാല്യൂ ഗിവൺ ആണ്. എത്രയായിരുന്നു കെയുടെ വാല്യൂ? 100 ആണ്. സോ നമുക്ക് പറയാൻ പറ്റും എക്സിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് എത്രയാണ് എലോങ്ങേറ്റ് ചെയ്തിട്ടുള്ളത്? 8 എന്ന് പറയാൻ പറ്റും. എലോങ്ങേറ്റ് 8 എന്ന് പറയാൻ പറ്റും. ഇനി എലോങ്ങേറ്റ് 8 ആണെങ്കിൽ പിന്നെ പൊട്ടൻഷ്യൽ എനർജി എത്ര? 1/2 ഇൻറ്റു 100 ഇൻറ്റു X സ്ക്വയർ 64. ചെറിയ പാള് പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റിപ്പോയത്? നമ്മൾ ലാസ്റ്റ് ഇക്വിലിബ്രിയം നിന്ന് തെറ്റിപ്പോയി. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെ ശരിയാക്കും? കാരണം വെച്ചാൽ താഴോട്ടേക്ക് എത്ര ഫോഴ്സ് ഉണ്ട്? വെറും സ്പ്രിംഗ് ഫോഴ്സ് മാത്രമാണ്. MG മറന്നുപോയി. യെസ്. സോ 700 പ്ലസ് ഞാൻ തൽക്കാലം ഇമാജിൻ ചെയ്യാൻ താഴോട്ടേക്ക് സ്പ്രിംഗ് ഫോഴ്സ് എനിക്ക് അറിഞ്ഞുകൂടാ. സോ F സ്പ്രിംഗ് തെറ്റാണെങ്കിൽ നെഗറ്റീവ് ആയിട്ട് വരും. ഇസ് ഈക്വൽ ടു എന്താണ്? T2യുടെ വാല്യൂ 800 ആണ്. ഓക്കെ, സോ ഐ കുഡ് സേ ദാറ്റ് F സ്പ്രിംഗ് ദാറ്റ് ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് വരുന്നത് ദാറ്റ് മീൻസ് നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷൻ തന്നെയാണ് F സ്പ്രിംഗ് ഉണ്ടായത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു K എന്ന് പറഞ്ഞാൽ 100 ആണ് ഇൻറ്റു X. സോ എക്സിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടും. ഇങ്ങനെയാണെങ്കിൽ 1/2 ഇൻറ്റു 100 ഇൻറ്റു 1 സ്ക്വയർ ദാറ്റ് ഈസ് 50 ആണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി. ബിക്കോസ് വി നോ ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ് ഈസ് ഈക്വൽ ടു 1/2 KX ഫൈനൽ സ്ക്വയർ മൈനസ് X ഇനീഷ്യൽ സ്ക്വയർ. ഇനീഷ്യൽ 0 ആണെങ്കിൽ ഇപ്പം X ഫൈനൽ. ഓക്കെ, ഫൈൻ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ന്യൂ കോൺസെപ്റ്റാണ് ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൊമെൻറ്റിൻ്റെ ഒരു റൊട്ടേഷനായിട്ടുള്ള സംഭവമാണ്. എന്താ? റൊട്ടേഷൻ ആനലോഗാണ് ആംഗുലർ മൊമെൻറ്റം. അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോർക്കിന് R ക്രോസ് F എന്നൊക്കെ പറയുന്ന പോലെ ഇതിന് R ക്രോസ് P ആണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വൈസ് ആണെങ്കിൽ വി നോ ദാറ്റ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു MB, റൈറ്റ്? അപ്പോൾ MB എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എന്താ വരെ? I എന്ന് വരും. വിയുടെ പകരം ഇവിടെ ഒമേഗ വരും. സോ I ഒമേഗ എന്നുള്ള ഇക്വേഷൻ കൂടി മാഗ്നിറ്റ്യൂഡ് വൈസ് നമുക്ക് ആംഗുലർ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വെക്ടോറിക്കൽ ഫോമിലാണെങ്കിൽ R ക്രോസ് MB എന്നുള്ള ഇക്വേഷൻ തന്നെ ഉപയോഗിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ R എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? R എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റിലൂടെ അബൌട്ടാണ് നമുക്ക് ആംഗുലർ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ പോയിന്റിൽ നിന്നുള്ള ഒരു എന്താണ്? എന്ത് വെക്ടറാണ്? വടി കോൾ ഇറ്റ് പൊസിഷൻ വെക്ടറാണ് R. ഓക്കെ, ആ R ക്രോസ് MB ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടും? ആംഗുലർ മൊമെൻറ്റം കിട്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്.
എന്താണ് ആംഗുലർ മൊമെൻറ്റ് അബൌട്ട് ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ നേരെ വരക്കാം. ഓക്കെ, അപ്പോൾ ആർ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് 3i ക്യാപ്പ് പ്ലസ് 4j ക്രോസ് എം ബി എന്ന് പറഞ്ഞാൽ 2 × 10 20 a ഡയറക്ഷൻ i ക്യാപ്പ്. ഓക്കെ, സോ i ക്യാപ്പ് എന്ന് വെച്ചാൽ 0, സോ 4 × 2 80 j ക്രോസ് i എന്ന് പറഞ്ഞാൽ j ക്രോസ് i എന്ന് പറഞ്ഞാൽ മൈനസ് കെ ആണ്. സോ 80 മൈനസ് കെ ക്യാപ്പ് എന്ന് കിട്ടും. അതാണ് ഇത്രയേ ഉള്ളൂ, 80 മൈനസ് കെ ക്യാപ്പ്. ഇനി എന്താണ് പാർട്ടിക്കിൾ, എൽ പാർട്ടിക്കിൾ അബൌട്ട് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അബൌട്ട് എ ഇങ്ങനെ ഒരു വര വരക്കാം. ഇങ്ങനെയല്ല, ഡയറക്റ്റ് എന്ത് വേണം, നമ്മുടെ വെക്ടർ തന്നെ വേണം. ഓക്കെ, ഇനി ആ വെക്ടർ നടത്തണമെങ്കിൽ എന്താണ്, ഇങ്ങനെ എന്താ ഫൈനൽ വെക്ടർ മൈനസ് ഇനീഷ്യൽ വെക്ടർ, ദാറ്റ് ഈസ് 3 - 0 3i ക്യാപ്പ് മൈനസ് 2j ക്യാപ്പ് എന്ന രീതി കിട്ടും. അത് ക്രോസ് എം ബി ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് എന്താണ് ചോദ്യം, ഫൈൻ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി പാർട്ടിക്കിൾ എന്താണ് അറ്റ് t = 2 സെക്കൻഡ്. ഇപ്പോൾ 2 സെക്കൻഡിലാവുന്ന സമയത്ത് ഇയാളുടെ വെലോസിറ്റി എന്ത് സംഭവിക്കുക, ഇയാളുടെ എന്താണ് ഹൊറിസോണ്ടൽ വെലോസിറ്റിക്ക് ഒരു വ്യത്യാസമില്ല, അത് 80 ഉണ്ടാവും. പക്ഷേ വെർട്ടിക്കൽ വെലോസിറ്റി എന്താണ് 20 കുറഞ്ഞിട്ട് ഉണ്ടാവും, 20 40 കാരണം എന്താ, ഓരോ സെക്കൻഡിലും 10 m/s പറയുന്നുണ്ട്. അപ്പം 2 സെക്കൻഡിൽ 20 m/s പറയും, അതുകൊണ്ട് 60 40 മാറിയത്. ആ സമയത്തുള്ള എക്സ് കണ്ടെത്തണമെങ്കിൽ എന്താ, s = ut + ½ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഡെഫിനറ്റ്ലി എക്സ് കിട്ടും. എക്സിൻ്റെ കിട്ടണമെങ്കിൽ ജസ്റ്റ് എന്താ 80 × 2 ചെയ്താൽ 160 കിട്ടും. y കിട്ടണമെങ്കിൽ s = ut + ½ ഉപയോഗിക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ പോയിന്റ് അബൌട്ട് ഓ ഡയറക്റ്റ് വരക്കാം. അത് വരച്ചിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ വെക്ടേഴ്സ് കിട്ടും. നമുക്ക് എന്താ ആർ കിട്ടും, ആർ ക്രോസ് എന്നിട്ട് എഫ് ആണെങ്കിലോ ഫോഴ്സസ്, എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ആകെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. ആർ ക്രോസ് ഫോഴ്സ് അല്ലല്ലോ, നമുക്ക് ടോർക്കലല്ല കണ്ടെത്താൻ പറയുന്നത്, നമ്മളോട് അടുത്ത പറഞ്ഞാൽ ആംഗുലർ മൊമെൻ്റ് ആണ്. സോ ആർ ക്രോസ് പി ആണ്. സോ മാസ് ഇൻറ്റു വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 80i ക്യാപ്പ് പ്ലസ് 40j ക്യാപ്പ് ആണ്. അത് മാസം കൊണ്ട് മൾട്ടിപ്ലൈ, മാസം എത്ര കൊടുത്തില്ലേ, എത്രയും കൊടുത്തിട്ടുണ്ടാവും. മീൻസ് ആ മാസം കൊണ്ട് മൾട്ടിപ്ലൈ ആർ ക്രോസ് എഫ് ചെയ്ത് കഴിഞ്ഞാൽ, ആർ ക്രോസ് എം ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ.